ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടായിമാ പോണത്? എങ്ങോട്ടാണ് നമ്മള് പോണേ? സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പ്ലാനിങ് ഒക്കെയാണ് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളു അല്ലേ? അപ്പൊ ഞങ്ങള് പോയിട്ട് കേക്ക് മേടിക്കണതൊക്കെ കാണിച്ചു തരാം. പിന്നെന്താ, എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വന്നതിന് ശേഷം 10 o'clock ശേഷം സെറ്റ് ചെയ്യാന്നൊക്കെ കരുതിക്കണേ. അതിന് മുന്നേ ചിലപ്പോ അങ്ങനെ സെറ്റ് ചെയ്യും അല്ലേ? എന്താ വെച്ചാ കാട്ടാ. എന്തായാലും ബർത്ത്ഡേക്കാരും ഷിഫ്റ്റിന് പോയി, അതുകൊണ്ടൊരു സമാധാനമാണ്. പോയിക്ക് ഞങ്ങൾ ഇറങ്ങി. ഇനി സെറ്റ് ചെയ്യണം, സെറ്റാക്കാം. അപ്പം ഞങ്ങൾ ലിഡിലേക്ക് എത്തി. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ലിഡിലേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നൊരു കേക്ക് സംഘടിപ്പിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ലിഡിലാണ്. പിന്നെ ടൗണിക്കൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കള്ളത്തരം എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ അത്യാവശ്യം കുറച്ച് വലിയ കേക്ക് ഉണ്ട്. അപ്പോൾ അത് എടുക്കാന്നുള്ള ഇങ്ങനെ റന മാസങ്ങൾക്ക് മുമ്പ് കണ്ടുവച്ചിക്കണ കേക്ക്. കേക്ക് ഇല്ലാന്ന് മാത്രം പറയരുത്. ഇല്ല, അത് എടുക്കാ. ഇത് ഞങ്ങളങ്ങനെ അസ്ഥിത്തെ കേക്കിന്റെ സെക്ഷനിലെത്തി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇതെടുത്തു, കേക്ക് എടുത്തു അല്ലേ? മെഗാ ചോക്ലേറ്റ് സെലിബ്രേഷൻ കേക്ക്. ഇനി ഞങ്ങള് പാർട്ടിക്ക് പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പോവാണ്. പക്ഷെ അപ്പത്തിനായി ഇറങ്ങിപ്പോയി. ഇങ്ങനെ റന മേടിച്ചിക്കണോ? സ്റ്റാർട്ട് എടുത്തോ. എടാ വെക്ക് ഇവിടെ. ഫ്ലവറൊക്കെ താഴെ പോയി. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി ഐറ്റംസ് മേടിച്ചു. എനിക്ക് എത്ര കൂടെ പ്ലാൻ ചെയ്തിട്ടും പ്ലാൻ ആവണില്ല. ഇനി എന്തായാലും ഞങ്ങൾ ഇനി അവസാനം സെറ്റാക്കിയിട്ട് കാണിക്കാം അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ മുത്തുക്കാൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ മുത്തുക്കാക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ഓനക്കൊരു ഐഡിയ ഇല്ല. അതായത് നമ്മളിങ്ങനെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓൻ വന്നുകൂടും. അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സെറ്റപ്പൊക്കെ ഇവിടെ പുറത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഓൻ്റെ വിചാരം ഓൻ്റെ ബർത്ത്ഡേ ഞങ്ങളെല്ലാവരും മറന്നുക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, മുത്തൊക്കെ പുറത്തെത്തിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഓരോ പോസ്റ്റ് കൊടുത്തിക്കാണ്ട് പുറത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഷെനുവിനെ കൊണ്ടുവരാൻ പോയിക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റന ടോയ്ലറ്റിലാണെന്ന് പറഞ്ഞൊക്കെയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ അടുക്കളയിലുണ്ട്. ഇവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. Happy birthday to you. Happy birthday dear Muttuka. Happy birthday to you. അപ്പൊ പുറത്ത് എടുത്തു ഞാൻ അന്തം വിട്ടു. എന്നിട്ട് ഞാൻ കുഞ്ഞിക്കാക്ക് എനിക്ക് അടിച്ചു നോക്കി. ജാഗ പേടിച്ചില്ലേ തട്ടിക്കൊണ്ടേ എഴുതിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിച്ചു. എനിക്ക് അടിച്ചിട്ട് എടുക്കണില്ല. പിന്നെ ഇനി ഏതായാലും ഡ്രസ്സൊക്കെ ചെയ്തു വാ, എന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം. ഇതെന്താ ഈ മറ്റേ ഒന്നാം വയസ്സിൽ നമ്മള് ഇതാക്കും മറ്റേ സുന്നത്തല്ല. ഇതൊക്കെ നോക്കേ അല്ല പോയി അറ്റേ അതല്ല ഫോട്ടോസോ പോയി വാ, കുറച്ച് കാണാണ്ട്. പോയി മാറ്റിയോ?
കോണാക്കല്ലേ പോ മുടിയൊക്കെ വേണ്ടി ചൊറുക്കായിക്കോട്ടെ. പോയി വാ ഡ്രസ് കൊടുക്ക മാറ്റാനേ. ആ ഡ്രസ്സോ ആ പുതിയ ഡ്രസ്സിനെ കൊടുത്തളാ. ഇതാണോ ആ നിങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കേ. പുതിയ ഡ്രസ് ഇട്ട്. ആ പിന്നെ നീ ഏതായാലും ഇങ്ങോട്ട് വന്നാ സെറ്റപ്പ് ഉണ്ടതിന്. അതല്ല ഡ്രസ് കൊടുത്തിട്ട് പിന്നെ അജി കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. മുത്തച്ഛത് പ്രതീക്ഷിച്ചോ? ഞാന് ഇത്ര എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എന്തേലും കണ്ടാ കരുതിയിരുന്നു, പക്ഷേ ഇത്ര ഒന്നും കട്ട് പ്രതീക്ഷിച്ചില്ല. ചെയ്തോളി. ഇനി പോയി മാറ്റി വാ. ഇതെന്ത് കാട്ടിക്കൂട്ടി സംഭവം. നിങ്ങൾ പോയി വാവ് ഇങ്ങോട്ട് ആടാ പോയി വാ. ഇരുന്നാ അതിന് ഇവിടെ മഴ കാത്തു വെക്കുന്ന വേഗം പോലെ ഇരിക്കുന്നു. മഴ ഇപ്പൊ പെയ്യുന്ന എഴുതിയിട്ട്. എത്രാമത്തെ ബർത്ത്ഡേ ആണ്? എടാ 23-ാമത്തെ 23-ാമത്തെ ബർത്ത്ഡേ. 23-ാം തീയതി. 23-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ. നമുക്കറിയാം. എത്രാമത്തെ ബർത്ത്ഡേ? നിങ്ങൾ വലിയ പോയിക്കും മനസ്സിലാവും. 26. ആ തീമ ചോട്ടം കേട്ടോ. കുഞ്ഞിക്കാന്റെ താങ്ക് യു. വെൽക്കം. എന്റെ ഷർട്ടിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല രസമുണ്ട്. കൊള്ളല്ലേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടുന്ന് മുത്തൊന്ന് മുട്ടയൊക്കെ വേണ്ടിട്ട് ചൊറുക്കായിക്കോളൂ അല്ലേ? ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞു. മുടി വെട്ടിയതൊക്കെ രസാ. കൊറേ കാലേ വെട്ടൊക്കെ ഞാൻ മെഷീൻ എടുത്താ ആ വെച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പത് കണ്ടാ കൊല്ലും ഞമ്മളെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുത്തു. ഓക്കെ കുഞ്ഞിക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെന്താ നിങ്ങള് ചോക്ലേറ്റ് ഇഷ്ടം ആൾക്കറിയേ. ഇത് തിന്നിരിക്കാതെ തിരിച്ചൊന്നും കൊടുത്തുവിടണൊക്കെ. കൊള്ളാം. ഇനി നിങ്ങളത് കഴിഞ്ഞു. ഇത് ഫുള്ള് ആയുനിലാണ്. ആയു രാവിലെ ബുക്ക് ചെയ്ത് വെച്ചോ. ഹാപ്പി ഷൂയു പറഞ്ഞിട്ടുണ്ട്. കൊടുക്കും. കണ്ടോ ഗൈസ്, ഞാനൊക്കെ മാറ്റി കുളിച്ച് നിക്കണേ. ഏതാ വന്നിട്ടുള്ളൂ. ഇനി ഫോട്ടോസ് എടുത്തോണ്ട് എന്താ അവസ്ഥ? ഫോട്ടോസ് ഞാൻ എടുക്കണ്ടേ? ഇത് ആരെ ബർത്ത്ഡേ? ഫോട്ടോ എടുക്കണത് അടങ്ങിക്കവിടെ. വായി കൊടുക്കേ. എത്ര വയസ്സായി? 23. ഒരാള് 28 കാണിക്കും. 26. 28. നിങ്ങളെ 29 അല്ലേ? 22 ആയില്ലേ? അപ്പോൾ ഓക്കെ, ബൈ. എൻജോയ് യുവർ സെൽഫ്. ഗുഡ് നൈറ്റ്. ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ പേഴ്സണാണ്. കാരണം ഈ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ആ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഐഫോൺ വാങ്ങിത്തന്നത് സത്യം പറഞ്ഞാൽ ഐജാണ്. എനിക്ക് ഓർമ്മ ഉണ്ടോ? കാരണം ഞാനിന്ന് ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയത് പൈസ എത്ര, എനിക്ക് തോന്നുന്നത് 25,000 രൂപ എനിക്ക് കിട്ടി. എന്നിട്ട് എനിക്കൊരു ഐഫോൺ വാങ്ങി. ഐഫോൺ 6s ഏതൊരു ഐഫോൺ.
ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലുള്ള ഓരോ കാര്യങ്ങളാണ്. കാരണം ഈ അത്രത്തോളം ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിലേറെ ഇരട്ടി ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സെറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ, ലവ് യു. ഹാപ്പി ബർത്ത്ഡേ മുത്തുക്ക. നമ്മുടെ ഫാമിലിയിലെ എല്ലാമായ മുത്തുക്കാക്ക് 1000 ജന്മദിനാശംസകൾ. ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മുത്തുക്ക. ആടിന്റെ അപമാനമായ കണ്ണിലുണ്ണിയായ ഉണ്ണിക്കുട്ടനായ മുത്തുക്കേക്ക് ഞങ്ങളുടെ ഹാപ്പി ഡേ. ഹാപ്പി ബർത്ത്ഡേ മുത്തോനെ നിക്കാനുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? അന്നപ്പോൾ തീരെ കിട്ടണില്ല. ഈ ഫുൾ റീൽസിൻ്റെ ലോകത്താണ്. എന്തായാലും 28ാം വയസ്സിലെ വിഷുവെ അടിപൊളി ബർത്ത്ഡേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. നാളെ മുത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അല്ലാഹു തആല ആഫിയത്തും ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നല്ലൊരു വർഷമായി അല്ലാഹു തആല കണ്ടുവരുത്തട്ടെ. ഹാപ്പി ബർത്ത്ഡേ മുത്തു. ഹാപ്പി ബർത്ത്ഡേ മുത്തുക്ക. എന്താ നിങ്ങൾക്ക് മുത്തുകാനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല കുട്ടിയാണ്, എൻ്റെ നല്ല കുട്ടിയാണ്. കുട്ടികളെ വെച്ച് മറ്റുള്ള കുട്ടികളെ പോലെ നല്ലൊരു കുട്ടിയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. മുത്തുകാന്റെ ബർത്ത്ഡേ നമ്മളെന്തോനക്ക് വേണ്ടി കാട്ടണോ? എന്തോ പറഞ്ഞ് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്താ നമ്മള് ചെയ്യണപ്പാ? കേക്ക് മുറിച്ചുണ്ടോ? കേക്ക് ഒരിക്കലും മുറിക്കാൻ പാടില്ല. കേക്ക് നമ്മൾ മുറിക്കൂല. നമുക്ക് മുത്തുക പൈസ വെച്ചെന്നിട്ട് നമ്മൾ മുത്തുകാന്റെ പൈസക്ക് നമ്മൾ ബ്രോസ്റ്റ് മേടിച്ചോളൂ. എന്നിട്ട് മുത്തുകാർക്ക് വേണ്ടി നമ്മൾ ആഘോഷിക്കണം അല്ലേ? ആഘോഷിക്കാം. മുത്തുകാന്റെ ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. അതെ, എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ നമ്മൾ എങ്ങനെ ചോദിക്കും നിങ്ങൾ അവരോട്? ചോദിച്ചു, ഇതാണ് ചോദ്യം അല്ലേനോ? തരുവോ? മുത്തുകഥ കണ്ടിട്ട് എന്തായാലും എനിക്ക് മേടിച്ചു തരാനും. ഇൻഷാ അല്ലാഹ് അടുത്ത ഈ വർഷം അവന്റെ വർഷമായിരിക്കും. ഇൻഷാ അല്ലാഹ് അവൻ നല്ലൊരു അടിപൊളിയായിട്ട് ആറിന്റെ വർഷമാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം. ആമീൻ. ഉമ്മാക്ക് എന്താ അഭിപ്രായം മുത്തുകാനെ പറ്റി? അവന്റെ സ്വഭാവം എങ്ങനെ? സ്വഭാവമൊക്കെ എത്രയോ മെച്ചാണ്. ഓ, വളരെ നല്ല സ്നേഹം എന്ന് പറഞ്ഞാല് ഞാനത് അനുഭവിച്ച മനുഷ്യനാണ്. അവന്റെ സ്നേഹം അത്ര സ്നേഹം മാഷാ അല്ലാഹ്. എവിടാ? രാത്രി അത്രയും നോക്കിയ ഒരു കുട്ടിയാണ് അവൻ. അവനെ ജനിച്ചപ്പോൾ നല്ല കുട്ടിയായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, അവനും കുഞ്ഞോനും ഭയങ്കര കോമ്പറ്റീഷൻ ഏത് സമയത്തും ഉണ്ടായിരുന്നു. അടിയോ? എപ്പോഴും അടിയെന്നാല് അതില് അവൻ നല്ലൊരു മൂളല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇമ്മ പണ്ട് നല്ലോണം ടച്ച് ചെയ്തു. കുഞ്ഞിക്കാനെ ഇമ്മ നല്ല അടിക്കും. നിങ്ങള് കുഞ്ഞിക്കാനെ ഈ വാതിന്റെ മുത്തുകാനെ കുഞ്ഞിക്ക് നല്ലും, കുഞ്ഞിക്കാനയുടെ നടി കൊണ്ടിൽ ഇമ്മ മുത്തുകാനെ പിന്നെയും തല്ലും. ഈ അടി വാങ്ങാൻ എന്തിനാ പോയി. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോണ്ടേ ഓലക്കോണ്ട് ഇങ്ങനെ കുത്തുന്നു ഈ ഇമ്മ മുത്തുകാനെ. എന്താ കുഞ്ഞോനെ എവിടെയെന്നറിയാ പടിന്റെ കിട്ടായി അങ്ങനെ കുത്തു അങ്ങോട്ട് മടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ട് ആള്. അപ്പോഴാണ് എന്തിനാ അടിച്ചു പറഞ്ഞത് ചെറുതായിട്ടുള്ളത്. നിങ്ങളെ തച്ചിന്നില്ല പണ്ട്? സത്യം പറഞ്ഞാണ് എന്റെ കുട്ടികളെ അടിച്ചാതെ വളർത്തിയ കുട്ടിയാണ്. അടിച്ചോ? അടിച്ചാണ്ട് വളർത്തിയ കുട്ടികൾ നന്നാവും. ഇപ്പൊ അടിച്ചാതെ വളർത്തിയ കുട്ടികൾ നന്നാവും. അടിച്ചാതെ വളർത്തിയ കുട്ടികൾ നന്നാവും. അതെന്താ അങ്ങനെ വരാൻ കാരണം? എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. ആരടുത്ത് ഒരു ഉടായ്പും കച്ചറൊന്നുമില്ല. അതിന്റെ പ്രൗഢിലമ്മ പറയുന്നല്ലേ എടുക്കരുത്. ഉടായ്പ കൂടെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് നടക്കൂല. അതത്ര അങ്ങനത്തെ ഉടായ്പ എന്തെങ്കിലും നടത്തിയാലേ ഓനെ ചവിട്ടിയിട്ട് കഴിച്ചിട്ട് പിണ്ടം വെക്കും. അങ്ങനെ സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഞാനൊക്കെന്താ പറയാ? എന്താ എന്റെ അഭിപ്രായം മുത്തുകാനെ പറ്റി? എനിക്കെന്താ അഭിപ്രായം? എന്റെ കാരണമല്ലേ? എന്റെ കാരണവന്മാരെല്ലാരും അടിപൊളി. അനിയനോ? അപ്പോൾ ഞാൻ എൻ്റെ ഇക്കാക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു.